ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട വിഷയം, മാതാപിതാക്കൾ റോൾ മോഡലാകണം. മക്കളെ നന്നാവണമെങ്കിൽ മക്കൾക്ക് റോൾ മോഡലാകൽ അനിവാര്യമാണ്. മാതാപിതാക്കൾ ഉമ്മയെ കണ്ടിട്ടാണ് മകള് പഠിക്കുക. വാപ്പയെ നല്ലതുപോലെ ഇമിറ്റേറ്റ് ചെയ്യും, വാപ്പയെ നല്ലതുപോലെ ശ്രദ്ധിക്കും. ആര്? ആൺമക്കൾ. ചെറുപ്പത്തിൽ അങ്ങനെയാണ്. അത് കുറച്ചാൾ അങ്ങനെ തന്നെ തുടരും. ഒരു 15 വയസ്സൊക്കെ വരെ കുട്ടികള് അവർക്കുള്ള റോൾ മോഡൽ ആരായിരിക്കും? വാപ്പയായിരിക്കും. 15 കഴിഞ്ഞാൽ പിന്നെ വാപ്പയായിരിക്കും അവൻ കണ്ട ലോകത്തെ ഏറ്റവും വലിയ മണ്ടൻ, ഏറ്റവും വലിയ വിവരം കെട്ടവൻ അവനാണ്, വാപ്പയാണെന്ന് പിന്നെ അവൻ പറയാം. കാരണം എന്താ? അവൻ ലോകം മുഴുവൻ മറ്റുള്ള സിനിമാ നടന്മാരെയും മറ്റുള്ള ആളുകളെയും ഒക്കെ താരതമ്യം ചെയ്യുമ്പോൾ എന്റെ വാപ്പ വിവരമില്ലാത്തവനാണ് എന്ന് പറഞ്ഞു തുടങ്ങും. എന്നാ കുറച്ചും കൂടെ കഴിഞ്ഞ് പിന്നീട് ഇവൻ വിവാഹം കഴിഞ്ഞ് ഇവന് മക്കളൊക്കെ ആയി കഴിയുമ്പോഴാണ് മനസ്സിലാക്കുന്നത് അള്ളാഹു എന്റെ വാപ്പയാണ് ലോകത്തിലെ ഏറ്റവും നമ്പർ 1 എന്ന് വീണ്ടും ഒരു തിരിച്ചറിവ് വരും. അപ്പോഴത്തേക്കും വൈകിട്ടുണ്ട്, വാപ്പ മരിച്ചു പോയിട്ടുണ്ട്. ഇതിനിടയിലാണ് വാപ്പയുടെ ജീവിതം കിടക്കുന്നത്. ഈ രീതിക്കാണ് പോവുക. 3 കാറ്റഗറിയിലാണ്. 15 വയസ്സ് വരെ റോൾ മോഡൽ ആരാണ്? വാപ്പയാണ്. പെണ്ണുങ്ങൾക്കോ? ഉമ്മയാണ്. 15 വയസ്സ് കഴിയുമ്പോൾ ഇവർ വാട്സാപ്പും ഫേസ്ബുക്കും എല്ലാ സംഭവങ്ങളും ഇൻസ്റ്റാഗ്രാമും എല്ലാ ഐഡിയും കൊണ്ടുവന്ന് ഭയങ്കര ഉപയോഗമൊക്കെ തുടങ്ങി കഴിയുമ്പോൾ, ലോകപരിചയം വന്നു കഴിയുമ്പോൾ ഇവര് പറയും എന്റെ ഉമ്മാക്കൊന്നും ഒരു വിവരമില്ല, വിവരമുള്ള ആളുകൾ വേറെയാണ്, ഇന്ന നടിയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് അവരെ പിൻപറ്റാൻ പോകും. അവസാനം കല്യാണമൊക്കെ കഴിഞ്ഞ് 2-3 കുട്ടികളായി ഈ ആണും ഈ പെണ്ണും ഇവരൊക്കെ ജീവിതം തുടങ്ങി കഴിയുമ്പോൾ ഇവർ മനസ്സിലാക്കും എന്റെ വാപ്പയും ഉമ്മയാണ് ലോകം കണ്ട ഏറ്റവും നല്ല മഹൽ വ്യക്തിത്വങ്ങൾ, നല്ല ജീവിതം നയിച്ചിട്ടുള്ള കുടുംബിനികൾ അവരാണ് എന്ന് തിരിച്ചറിവ് പിന്നെ വരും. അപ്പോഴത്തേക്കും എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. വാപ്പാടും ഉമ്മാടും പൊരുത്തം പോലും ചോദിക്കാൻ പറ്റിയില്ല, അവരിതിനിടയിൽ മരണപ്പെട്ടു പോയിട്ടുണ്ടാവും. അവരെ നിങ്ങൾ ഇടങ്ങേറാക്കിയിട്ടാണ് കഴിഞ്ഞിട്ടുണ്ടാവുക. ഇതാണ് മനുഷ്യന്റെ ജീവിതം. ഇത് യാഥാർത്ഥ്യമാണ്, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടതാകുന്ന മക്കളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളതും രക്ഷിതാക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളതും ജീവിതം ഒന്നേ ഉള്ളൂ, ദുനിയാവ്. ഇവിടെ നമ്മൾ നല്ലതുപോലെ രക്ഷപ്പെടണമെങ്കിൽ ഇവിടെ നല്ല രീതിയിൽ ജീവിക്കണം. നല്ല രീതിയിൽ ജീവിച്ചെങ്കിലേ അങ്ങോട്ടുള്ള ജീവിതമൊക്കെ രക്ഷപ്പെടുകയുള്ളൂ. ഖബറിലും മഹ്ശറയിലും ഒക്കെ രക്ഷപ്പെട്ട് സ്വർഗത്തിന്റെ കവാടം തുറന്നു കിട്ടണമെങ്കിൽ ദുനിയാവാകുന്ന ഇഹലോക ജീവിതത്തിൽ നന്മ ചെയ്യണം. എന്തെങ്കിലും ഒരു എക്സാം നടക്കുമോ? ഒരു പണി ഇവിടെ നടക്കൂല. SSLCക്കും +2 ഒക്കെ ഉള്ളതുപോലെ എനിക്കൊരു വിഷയം പോയി സാറേ, ഒന്ന് രണ്ടാമതൊന്ന് എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ടോ? ദുനിയാവെല്ലാം കഴിഞ്ഞിട്ട് അവസാനം എനിക്ക് 2 റക്അത്ത് കൂടി നിസ്കരിക്കാൻ അവസരം കിട്ടുമെന്ന് ചോദിച്ചാൽ അവസരമില്ല. ഇത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഓരോ ദിവസവും ഓരോ സെക്കൻഡ് വിലപ്പെട്ടതാണ്. അത് ഓർത്തോളൂ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആദരവായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയിലെ ഖബർസ്ഥാനിലൂടെ ജന്നത്തുൽ ബഖീയിലൂടെ നബി തങ്ങൾ സഹാബത്തുമായി നടന്നു പോകുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് ചോദിക്കുകയാണ്, സഹാബ ലിമൻ ഹാദൽ ഖബറു, ആരുടേതാണ് സഹാബ ഈ ഖബർ? സഹാബത്ത് മുഴുവനും എന്താണ് നബി എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയും, ആ ഖബറിൽ അവൻ വിലപിക്കുകയാണ്, വേദനിക്കുകയാണ്. ഖബറിൽ അവനെ ശിക്ഷയിൽ പ്രയാസപ്പെടുത്തുകയാണ്. ആ ഖബറാളി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കാൻ അവസരം കിട്ടിയിരുന്നെങ്കിലെന്ന് ആ ഖബറിൽ കടക്കുന്നവൻ വിലപിക്കുന്നുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ലാ റക്അതാനി അഹബ്ബു ഇലാ ഹാദാ, ഈ ഖബറിൽ കടന്നുകൊണ്ട് നെരിപ്പോടിൽ പ്രയാസപ്പെടുന്നതായ ഈ മനുഷ്യൻ, ഖബറിൽ കടന്നുകൊണ്ട് ബുദ്ധിമുട്ടുന്നതാകുന്ന ഈ മനുഷ്യൻ അവൻ ചിന്തിക്കുകയാണ്, 2 റക്അത്ത് നമസ്കരിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നവൻ കരുതുകയാണ്. ഖബറിൽ അവൻ ശിക്ഷ അനുഭവിക്കുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇനി തിരിച്ചു പോക്കില്ല, മടക്കമില്ല, അവന് അദാബാണ്, ഖബറിൽ കടന്ന് ഒരു മനുഷ്യൻ കിടന്ന് ഇടങ്ങേറാകുന്നത് കണ്ടപ്പോ നബി തങ്ങൾ പറയാ, നബിക്കെല്ലാം കാണാമല്ലോ. നബി ആ ഖബറിന്റെ ഉള്ളു കണ്ടിട്ട് പറഞ്ഞു, ഈ മനുഷ്യനെ ഇപ്പൊ ചിന്തിക്കുന്നുണ്ട്, 2 റക്അത്ത് ദുനിയാവിൽ അധികം നിസ്കരിച്ചിരുന്നെങ്കിൽ ഖൈറായിരുന്നു എന്ന് ഈ മനുഷ്യൻ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. 2 റക്അത്ത് ഉണ്ടെങ്കിൽ രക്ഷപ്പെടാം. ഇല്ല, ഇനി നിസ്കരിക്കാൻ പറ്റുമോ? ദുനിയാവിലേക്ക് മടക്കമുണ്ടോ? കഴിഞ്ഞു. അത് ഞാൻ പറഞ്ഞത്, ഇത് സാധാരണ SSLCയും +2 പരീക്ഷ പോലെ ഒരു എഴുതിയിട്ട് ജയിക്കാമെന്ന് കരുതണ്ട.
فمن زحزح عن النار وأدخل الجنة فقد فاز. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, കത്തിജ്വലിക്കുന്ന നരകത്തെ തൊട്ട് വിദൂരമാക്കപ്പെടുകയും സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ ആർക്ക് മുന്നിൽ തുറക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടോ ഫഖദ് ഫാസ്, അവനാണ് വിജയിച്ചവനെന്ന് നബിയുനാ റസൂലുള്ളാഹി. നരകത്തെ തൊട്ട് വിദൂരമാക്കപ്പെടുകയും സ്വർഗത്തിലേക്ക് കടക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുള്ള ഏതൊരു മുസ്ലിമുണ്ടോ മുസ്ലിമത്തുണ്ടോ അവരാണ് വിജയിച്ചവരെന്ന് നബിയുനാ റസൂലുള്ളാഹി. മക്കൾ SSLCയിൽ ജയിക്കുമ്പോ A+ എല്ലാ വിഷയങ്ങൾക്കും വാങ്ങുമ്പോ +2 തലത്തിൽ വൻപിച്ച വിജയം മക്കൾ കൊയ്തെടുത്തു എന്ന് പറഞ്ഞ് സ്വന്തമായി പൈസ മുടക്കിയിട്ട് തെരുവുകളിൽ ഫ്ലക്സ് വെക്കാൻ തയ്യാറാകുന്ന രക്ഷിതാക്കളെ, പ്രിയപ്പെട്ടതാകുന്ന വാപ്പാവും ആ മക്കൾക്ക് നരകത്തിൽ നിന്ന് മോചനപത്രം കിട്ടിയിട്ടുണ്ട് എങ്കിൽ അവരാണ് വിജയിച്ചവര് എന്ന് നബിയുനാ റസൂലുള്ളാഹി. നരകത്തെ തൊട്ട് മാതാപിതാക്കൾ മക്കളെ സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലക്സ് വെച്ചോ, ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇതൊന്നും ഒരു ഗുണവുമില്ല. അല്ലാഹു മലക്കാക്കുമാറാവട്ടെ. ദുന്യാവല്ല ജീവിതം, ആഖിറമാണ്. അത് മനസ്സിലാക്കോ. ഇത് കേവലം നമുക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന കൃഷിയിടമാണ്. കുറഞ്ഞ കാലഘട്ട ജീവിതം. എല്ലാവരും മരിക്കാനുള്ളതാണ്, മരിച്ചുകൊണ്ടിരിക്കുന്നു. ചെറിയ കുട്ടികൾ, പ്രായമുള്ള ആളുകൾ, ഇടപ്രായത്തിലുള്ള ആളുകൾ എല്ലാവരും മരിച്ചുകൊണ്ടിരിക്കുന്നു. കൺമുന്നിൽ നമ്മൾ കാണുന്നു. നമ്മൾ നാളേക്ക് പോകും, അടുത്ത സെക്കൻഡിൽ പോകാനുള്ളതാണ്. അവരിലേക്ക് മടങ്ങാനുള്ളതാണ്. ഈ ഒരു അർത്ഥത്തിൽ നമ്മൾ ജീവിക്കണം. ആ ഒരു ചിന്ത നമുക്കുണ്ടാവണം. അപ്പോഴേ മനസ്സ് നന്നാവും. മക്കളെ നന്നാക്കാൻ പരിശ്രമിക്കൂ. മക്കൾക്ക് നല്ല പോഷകാഹാരങ്ങൾ കൊടുത്ത് മക്കളെ തടിപ്പിക്കലല്ല, അവരെ നന്നാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇഷ്ടംപോലെ കുറുക്ക് കൊടുത്തിട്ട് തറക്കു റുക്കനും പിന്നെ അർക്കാനിയ എന്ന് പറഞ്ഞാൽ കുറുക്ക് കൊടുത്തിട്ട് അവനെ വളർത്താൻ ശരിക്കും അങ്ങോട്ട് കുറുക്ക് കൊടുത്തു ശരിയാക്കുക. കുറുക്ക് കൊടുത്തിട്ട് വണ്ണ പോലെ ഇരിക്കുക, ഒരു ഗുണവും ഇല്ല. എഴുന്നേക്കാനും മേല. ഈ കോലത്തിൽ കുട്ടികൾ ഒരു നേരത്തെ ആഹാരം ഒന്നും ഒരൽപ്പം ഉണ്ടെന്നും മുടങ്ങിയ ഉമ്മാക്ക് ഭയങ്കര കുഞ്ഞൊന്നും കഴിക്കുന്നില്ല കേട്ടോ. എവിടെ ഒരു പറ ചോറ് തന്നിട്ടിരിക്കുക, എന്നിട്ടും പറയാണ് ഒന്നും കഴിക്കുന്നില്ല. കാരണം എളി എല്ലാ ദിവസവും നിങ്ങൾ കണക്കാക്കുന്ന രീതിക്ക് പ്ലേറ്റിൽ എടുത്ത് വെച്ച് അടിച്ചോണമെന്നില്ല. അവർക്ക് വിശക്കുമ്പോൾ ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് കരയും. നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ കരയും. അവർ അതിനനുസരിച്ച് ഭക്ഷണവും കഴിക്കും. റാഹത്തായിട്ട് ആവശ്യത്തിനുള്ള പോഷകങ്ങൾ കുട്ടികൾ എടുക്കുന്നുണ്ട്. ഇതിങ്ങനെ വാരി വരിച്ചു കൊടുത്ത് ഭക്ഷണം കൊടുത്ത് തടിപ്പിച്ച് ക്ഷീണിപ്പിച്ച് കടത്തുന്നതല്ലാതെ ഇബാദത്തുകൾക്ക് കണിഷ്ഠതയില്ല. ഇപ്പൊ റമളാൻ വന്നു, തറാവീഹ് നിസ്കരിക്കാൻ മടിയാ, പത്തിരി കഴിക്കാൻ ഒരു മടിയില്ല, ഇഷ്ടം പോലെ കൊടുക്കുക. കാരണം എന്താ, അതിങ്ങനെ ഒരു 10, 15, 20 എണ്ണം അത് കഴിച്ചു. പള്ളിയിൽ നിന്നും കഴിക്കുന്നു, ഇത് കഴിക്കുന്നു, ഇവിടെ നിന്നും കഴിക്കുന്നു, തറാവീഹിന് മുമ്പ് കഴിക്കുന്നു, ശേഷം കഴിക്കുന്നു, ജ്യൂസ് കൊടുക്കുന്നു. അവസാനം വയറ് വീർപ്പിച്ചിട്ട് മാറിക്കടക്കാൻ 2 റക്അത്ത് നിസ്കരിക്കാൻ മേല. എന്ത് കാര്യം? ഈ മക്കളെ കൊണ്ട് എന്ത് പ്രയോജനം? ഈ മക്കൾ നാളെ ആഖിറത്തിൽ നമുക്ക് ഗുണകാംക്ഷരാവോ? അതുകൊണ്ട് മക്കൾ നമുക്ക് വേണ്ടി നാളെ ആഖിറത്തിൽ ഇടപെടണമെങ്കിൽ, നമ്മുടെ വിഷയത്തിൽ ഇടപെടണമെങ്കിൽ വാപ്പായുമായി റോൾ മോഡലാകണം. നമ്മളെ നിസ്കാരം, നമ്മൾ ഔറാദ് വിറുദ് കറക്റ്റ് ആയിരിക്കണം. 5 വഖത്ത് ബാങ്ക് വിളിച്ച അപ്പ വാപ്പ പള്ളിയിലേക്ക് പോകണം. മകനെയും വിളിച്ചുകൊണ്ട് അവന് ആ ഒരു പ്രായത്തിയിട്ടുണ്ടെങ്കിൽ 7 വയസ്സെത്തുമ്പോൾ നിസ്കരിക്കാൻ വേണ്ടി പറയുകയും 10 വയസ്സെത്തുമ്പോൾ നിസ്കരിച്ചില്ല എങ്കിൽ അവന് നല്ലൊരു അടി കൊടുത്ത്, കുറവ് പറ്റാത്ത നിലയ്ക്ക് അടി കൊടുത്തെങ്കിലും ശീലിപ്പിക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നോമ്പും അങ്ങനെ തന്നെയാണ്. 10 വയസ്സെത്തുമ്പോ കിടക്കയിൽ നിന്ന് മാറ്റിക്കടത്തണം സയ്യിദുനാ റസൂലുള്ളാഹി. അതുവരെ ഉമ്മാടെ ഉപ്പാടെ ചേർന്ന് കടന്നവൻ അവന് സെപ്പറേറ്റ് കിടക്ക, വേറൊരു വിരിപ്പ് എന്ന് പറഞ്ഞാൽ വേറൊരു പാവിരിച്ചിട്ടെങ്കിലും മാറ്റിക്കടത്തണം. ഇതൊക്കെ പരിശുദ്ധ ഇസ്ലാമേ പറഞ്ഞിട്ടുള്ളൂ. വേറൊരു മതത്തിലും ഇത്ര മനോഹരമായ ആദർശം പറഞ്ഞിട്ടില്ല. എത്ര വൃത്തിയാണ്, എത്ര കൃത്യമാണ്. കുട്ടികളെ എങ്ങനെ തർബീത്ത് ചെയ്യണം ഏറ്റവും നല്ലതുപോലെ പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം. ലാഇബുഹും സബഅ അദ്ദിബുഹും സബഅ വസാഹിബുഹും സബഅ. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ തിയറിയാണ്. മക്കൾക്ക് 7 വയസ്സ് വരെ, 1 മുതൽ 7 വയസ്സ് വരെ കുട്ടികളോടൊപ്പം കടിച്ചും രസിച്ചും നിങ്ങൾ ഇടപെടണം. കുട്ടികൾ കളിച്ചിടക്കേണ്ട പ്രായമാണ്. ആ പ്രായത്തിൽ പിള്ളേരെ ക്രൂശിക്കരുത്, പ്രയാസപ്പെടുത്തരുത്. അവരെ കളിച്ച് രസിച്ച് അവരോടൊപ്പം തമാശകളൊക്കെ പങ്കിട്ട് കളിപ്പിച്ചും രസിപ്പിച്ചും വാപ്പായും ഉമ്മായും കൂടണം. 7 മുതൽ 14 വയസ്സ് വരെ അവർക്ക് നല്ല അദബുകൾ പഠിപ്പിച്ചു കൊടുക്കണം.
മര്യാദകൾ പഠിപ്പിക്കണം, ഭക്ഷണത്തിന്റെ മര്യാദകൾ. അവിടെ നിന്നാണ് നിസ്കാരം തുടങ്ങുന്നത്. നിസ്കാരത്തിന്റെ ഷർത്ത്, ഫർള്, ആദാബുകൾ, മറ്റുള്ളവരുടെ പെരുമാറേണ്ട ശൈലി, മുതിർന്നവരോടുള്ള സംസാര രീതി ഒക്കെ കറക്റ്റാക്കി കൊടുക്കണം. 14 വയസ്സ് കഴിഞ്ഞാൽ ആണാവട്ടെ പെണ്ണാകട്ടെ അവരെ കൂട്ടുകാരെ പോലെ ചേർത്ത് നിർത്തണം. 14 വയസ്സ് മുതൽ 21 വയസ്സ് വരെ അവരോട് പെരുമാറേണ്ട ശൈലിയാണ്. ഇതൊക്കെ ഇന്ന് ശാസ്ത്രം ഇതൊക്കെ കൊണ്ടുവരികയാണ്. മഹാനായ അലി റളിയല്ലാഹുവിന്റെ ഒക്കെ ഈ തിയറിയാണ് ഇന്ന് ഓരോരിക്കല് സൈക്കോളജിക്കൽ ക്ലാസ്സിലും അല്ലാതെയൊക്കെ പ്രയോഗിച്ചുകൊണ്ട് ഇന്ന് ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പാശ്ചാത്യരെല്ലാം ഇതനുസരിച്ചുകൊണ്ട് ജീവിതം ക്രമപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉമ്മത്ത് ഇതൊക്കെ വിട്ടുകളഞ്ഞു. അവരോട് നല്ല സൗഹൃദം സ്ഥാപിക്കണം. അപ്പൊ പിന്നെ 14 വയസ്സുള്ള ഒരു കുട്ടിക്ക് പ്രേമലേഖനം ആരെങ്കിലും കൊടുത്താൽ, ആരെങ്കിലും ശൂളം പിടിച്ചാൽ, അവളോട് എന്തെങ്കിലും അനാവശ്യ കമന്റ് ഇട്ടാൽ അവൾ ഓട്ടോമാറ്റിക്കായിട്ട് വീട്ടിൽ വന്ന് ഉമ്മയോട് പറയും. കാരണം ഒരു സൗഹൃദ വലയം തീർത്തു. എന്നാൽ സൗഹൃദം എന്ന് പറഞ്ഞാൽ തോളത്ത് കൂട്ടിയിട്ട് മോളെ പുതിയ പടം ഏതിറങ്ങി നിന്റെ കയ്യിൽ കിട്ടിയ മോളെ ഉമ്മാക്ക് കിട്ടിയ ഉമ്മാക്ക് അയച്ചു തരണേ, ഇതല്ല സൗഹൃദ വലയം. ഇതപ്പൊ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് അവര് തലയെ കയറിയിട്ട് ഇടിക്കുന്നത്. മക്കള് നന്നാവാത്തതിന്റെ കാരണം സൗഹൃദ വലയം എന്ന് പറഞ്ഞാൽ ദീനിയായ വിഷയങ്ങളിലൊക്കെ വളരെ സൗഹൃദം. ഇന്നവിടെ നമുക്ക് നസിഹത്തുണ്ട്, നമുക്ക് വാളിന് പോകണം, അവരെ ചേർത്ത് നിർത്തിക്കൊണ്ടുവരിക. മോളെ ഇന്ന പ്രസംഗം കേട്ടായിരുന്നു, ആ വിഷയം കേട്ടായിരുന്നു, ഞാൻ കേട്ടില്ലെന്ന് ഇട്ടുതരാം, മോളൊന്ന് കേട്ട് എന്ന് പറഞ്ഞ് അത് കേൾപ്പിച്ചു കൊടുക്കുക, ദീനിയായ വിഷയം. അപ്പൊ അവള് പുതിയതാകുന്ന ലേറ്റസ്റ്റ് ന്യൂസിന്റെ കാര്യം, ഉമ്മ ഈ വാർത്ത കേട്ടായിരുന്നു ഇങ്ങോട്ട്, അപ്പൊ അതാണ് സഹകരണം. ഇങ്ങനൊരു സഹകരണം പരസ്പരം ഉണ്ടായാൽ അവൾക്ക് ആരൊക്കെ പ്രേമലേഖനം കൊടുത്താലും, ആരൊക്കെ ഏതെല്ലാം നിലയ്ക്ക് അവളെ വശംവദനാക്കാൻ നിന്നാലും വീട്ടിൽ നിന്ന് തീർച്ചയായും മാതാപിതാക്കൾ ഉള്ളത് കൊണ്ട് തന്നെ അവരോട് തുറന്നു പറയും, ഉറപ്പാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് അവരോട് ഈ 7 വയസ്സുവരെ, തുടക്കത്തിൽ 1 മുതൽ 7 വയസ്സുവരെ അവരോട് നല്ല രീതിയിൽ പെരുമാറണം, സ്നേഹം കൊടുക്കണം. സ്നേഹം അങ്ങോട്ട് കൊടുത്താലേ ഇങ്ങോട്ട് കിട്ടൂ. ഒരാളുടെ സ്നേഹം കൊടുക്കുന്നതിന്റെ ഒന്നാമത്തെ പ്രകടമായ രീതി സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള പറച്ചിലാണ്. അതാണ് ആദ്യം. ഇതൊക്കെ ഹദീസാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, മൻ അഹബ്ബ അഖാഹു ഫൽയുഖ്ബിറുഹു അന്നഹു യുഹിബ്ബുഹു. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ആരെങ്കിലും ഒരു സഹോദരനോട് ഇഷ്ടമുണ്ടായാൽ, അത് മക്കളാകട്ടെ കുടുംബത്തിലുള്ളവരാകട്ടെ, അവരോട് ദീനിയായ വിഷയങ്ങളിൽ ഒരു സ്നേഹം തോന്നിയാൽ ഫൽയുഖ്ബിറുഹു അന്നഹു യുഹിബ്ബുഹു, എനിക്ക് നിന്നോട് ഇഷ്ടമാണ് എന്ന് തുറന്നു പറയണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. പാപ്പ മക്കളോടെന്ന് പറയണം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മകളാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മോനാണ് എന്നിങ്ങനെ പറയണം. ഈ പറച്ചില് വേണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒന്നാമതായി അതാണ് വേണ്ടത്, പറച്ചില് വേണം. ഇതൊക്കെ നമ്മൾ പഴയ കാലത്ത് ചെയ്തിരുന്നു. നമ്മുടെ വാപ്പയെന്ന് ചിന്തിച്ചു നോക്കുക. വാപ്പ പലപ്പോഴും മക്കളോട് ഇത് പറഞ്ഞിട്ടുണ്ട്. ഉമ്മ പലപ്പോഴും നമ്മുടെ ഈ തലമുറയിലുള്ള 30-40 ഏജൊക്കെ ഉള്ളതാകുന്ന ആളുകളോട് പറഞ്ഞിട്ടുണ്ട്. പുതിയ രക്ഷിതാക്കൾ ഇതൊക്കെ വിട്ടുപോയിട്ടുണ്ട്, ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ കേവലം ഒരു ചുംബനത്തിൽ ഒതുക്കും. ചുംബനം സ്നേഹമാണ് അല്ലെന്നല്ല, അത് ഞാൻ അടുത്ത് പറയും. പക്ഷെ ഒന്നാമതായി പറച്ചില് വരണം. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, അപ്പാക്ക് വലിയ ഇഷ്ടമാണ് നിന്നെ എന്ന് പറയണം. ആ പറച്ചില് കുട്ടികളുടെ ഹൃദയത്തിൽ ആന്തോളനം ഉണ്ടാക്കും, ഭയങ്കര സ്പാർക്കുണ്ടാക്കുന്ന വിഷയമാണ്. മകളോട് പറയണം വാപ്പ, എങ്കിൽ ആ മകളെ ചേർത്ത് നിർത്തിയതാകുന്ന പ്രിയപ്പെട്ട പിതാവിനെ വഞ്ചിച്ചിട്ട് ഒരു കാമുകന്റെ പറയിലും ഒരു പെണ്ണ് പോകില്ല, ഒരു കാമുകനോടൊപ്പം ഒളിച്ചോടി പോകില്ല. അതിന് ബസ് കണ്ടക്ടറാകട്ടെ, കിളിയാകട്ടെ, ഏത് വ്യക്തിയായിരുന്നാലും എന്ത് കയ്യും കാലും കാണിച്ചാലും ഒരാളോടൊപ്പം ഒളിച്ചോടി പോകാൻ അവള് തയ്യാറാവൂല. കാരണം എന്നെ സ്നേഹിക്കുന്ന, ഞാനൊന്ന് തളർന്നാൽ എന്റെ കൈപിടിക്കാനുള്ളതാകുന്ന രക്ഷിതാക്കൾ എന്റെ വീട്ടിലുണ്ട്, എന്റെ വാപ്പയുണ്ട്, എന്റെ ഉമ്മയുണ്ട് എന്ന ചിന്ത അവളെ ജീവിക്കാൻ പ്രേരിപ്പിക്കും. നല്ല മനോഹരമായ ജീവിതം നയിക്കാൻ അവളെ പ്രേരിപ്പിക്കും. ദീൻ വിട്ടു പോകൂല. നമ്മൾ പറയണം, മോളെ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിതൊന്നും പറയുന്നില്ലല്ലോ. കടയിൽ പോയി പുതിയ ഡ്രസ്സ് വാങ്ങുന്നു, ടെക്സ്റ്റൈൽസ്, പെരുന്നാളിന് വാങ്ങിയതാണ്. കടയിൽ പോയി ഡ്രസ്സ് എടുക്കുമ്പോ തന്നെ വാപ്പ വെളിയിലിരിക്കാൻ, പെടലി വഴി ഇപ്പൊ ബില്ല് വരും. പടച്ച റബ്ബേ, ആകെ നെഞ്ചത്ത് ഇടങ്ങേറായിട്ട് വാപ്പാക്ക് നെഞ്ചിനൊക്കെ വല്ലാതൊരു ആദി. എത്രയാണോ വരിക? ഒരു ഡ്രസ്സ് എടുക്കാൻ കയറിയതാണ്, തള്ളയുടെ കൂടെയാ പോയത്. പടച്ച റബ്ബേ, 3 ഡ്രസ്സ് എടുത്തോണ്ട് ഇറങ്ങുള്ളൂ. അങ്ങനത്തെ സൈസിനെയാണ് അള്ളാഹ് തന്നിരിക്കുന്നത്. വാപ്പ ആകെ ടെൻഷനാണ്. അവസാനം ഇറങ്ങി വരുന്ന, അകത്തോട്ട് പോകുന്നില്ല, സെലക്ഷന് പോലും നിൽക്കുന്നില്ല. കാരണം നിന്ന അതും ഇതും ഒക്കെ എടുക്കും. അതുകൊണ്ട് വാതിക്കെ കടന്ന് കറങ്ങാണ്. പലരുടെ അവസ്ഥയാണ് ഈ പറയുന്നത്. അവസാനം ഇതെല്ലാം എടുത്തോണ്ട് വന്നു.
മകള് വീട്ടിൽ വന്നതിന് ശേഷം വാപ്പ കണ്ടില്ലല്ലോ, ഇട്ട് നോക്കിയത് ട്രയൽ റൂമിൽ പോയി ഇട്ടിട്ട് ഉമ്മയാണ് കണ്ടത്. അപ്പൊ വാപ്പ എന്ന് കാണിക്കാന്ന് കരുതി 13 വയസ്സുള്ള 14 വയസ്സുള്ള മകൾ അതൊന്ന് ഇട്ടുകൊണ്ട് വരുമ്പോ വാപ്പ ദേഷ്യപ്പെടുക. ആപ്പാക്ക് നേരത്തെ ഇല്ല ബില്ലടച്ചതിന്റെ ദേഷ്യത്തിരിക്കുക. 10-22,000 രൂപ പോയിട്ടിരിക്കുക. ഇനി അത് ഇട്ടോണ്ട് അതിന്റെ ബട്ടൺസ് കൊടുക്കുപോയെന്ന് പറഞ്ഞാൽ ഹലാക്ക് അടുത്ത വാങ്ങണം, അതുകൊണ്ട് വേഗം ഊരി വെക്കും. അപ്പൊ ആ മനസ്സിൽ, കുഞ്ഞിന്റെ മനസ്സിലൊരു ചെറിയതാകുന്ന കല്ല് വീണ് അവളുടെ മനസ്സിലൊരു വിഷമം വീഴ. കാരണം വാപ്പായെ കാണിക്കാൻ വലിയ കാര്യത്തിൽ ഇട്ടോണ്ട് വന്ന ഉമ്മ പറഞ്ഞു വാപ്പായെന്ന് കണ്ട കാണിക്കെന്ന് പറഞ്ഞിട്ട് ഇട്ടോണ്ട് വന്ന. പക്ഷെ വാപ്പ നല്ല ബുദ്ധിയല്ല പറഞ്ഞത്, യഥാർത്ഥത്തിൽ വാപ്പയുടെ ചെയ്യണ്ടെന്ന. മാഷാ അല്ലാഹ് അങ്ങോട്ട് പറയണം, മോളെ ഇട്ട് കണ്ടില്ല ഇട്ടോണ്ട് വന്ന. ഇല്ല ഞാൻ അവിടെ വെച്ചിട്ടാൽ ഉമ്മ കണ്ടാലും അവക്കൊരു മടിയായിരിക്കും, എന്നാലും ഇട്ടോണ്ട് വാ. അങ്ങനെ ഇട്ടോണ്ട് വരുമ്പോ മാഷാ അല്ലാഹ് അപ്പാടെ മോള് നല്ല സുന്ദരി മോളാ ഇങ്ങ് വന്നേ പറഞ്ഞ അവളെ നെറ്റിയിൽ ഒരു ഉമ്മയൊക്കെ കൊടുത്ത് ഒരു ചുംബനമൊക്കെ കൊടുത്ത മാഷാ അല്ലാഹ് അവൾക്ക് വലിയ സന്തോഷം. നേരെ മറിച്ച് നീ ആട്ടിവിട്ടതാകെ നമ്മള് പിറ്റേ ദിവസം ഈ ഡ്രസ് ഇട്ടുകൊണ്ട് പെരുന്നാളിന് മൈലാഞ്ചി ചോപ്പിച്ച് റോഡിലൂടെ ഇങ്ങനെ നടക്കുന്നത് കാണുമ്പോ ഏതെങ്കിലും ഒരു വ്യക്തി കാണുമ്പോ അവൻ പറയും സൂപ്പർ, കൈയൊന്ന് കാണിച്ചാൽ മതി. അപ്പോഴേ അവൾ അങ്ങോട്ട് ചായി. വീട്ടിൽ നിന്ന് കിട്ടാത്ത സ്നേഹം എവിടുന്ന് കിട്ടി? പുറത്തുനിന്ന് കിട്ടി. ഇതാണ് സമൂഹത്തിൽ നടക്കുന്ന വസ്തുത. ഇത് കാണിക്കാനും ഇത് സ്നേഹം പ്രകടിപ്പിക്കാനും വീട്ടിലുള്ളവര് തയ്യാറായില്ല എങ്കിൽ വലിയ വിപത്താണ്, വലിയ വിപത്താണ്. അതുകൊണ്ട് മക്കളുടെ വിഷയത്തിൽ ജാഗ്രത പുലർത്തിക്കോ, അവരുടെ സ്നേഹം തുറന്നു പറയണം. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ അഹബ്ബ അഖാഹു ثم لم يطلعه عليه ثم لم يطلعه عليه انه يحبه فقد خانه. ആരെങ്കിലും ഒരാളെ ഇഷ്ടപ്പെടുകയും സ്വന്തം മക്കളാകട്ടെ ഇഷ്ടമുണ്ടാവുകയും ആ ഇഷ്ടം അവരുടെ മേൽ വെളിപ്പെടുത്താതിരിക്കുകയും ചെയ്താൽ അത് വഞ്ചനയാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. പാടില്ല, ചെയ്യാൻ പാടില്ല, അത് വഞ്ചനയാണ്. രണ്ടാമത്തേതാണ് ആ ഇഷ്ടത്തിൻ്റെതാകുന്ന തലം തീർക്കുന്നത് സ്പർശനം. ആ സ്പർശനം ഒന്നാമത് ചുംബനത്തെക്കാൾ ഏറ്റവും ബന്ധപ്പെട്ടതാണ്. ആദ്യം വേണ്ടത് മുസാഫഹത്ത്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ എത്ര കാലമായി മുസാഫഹത്ത് ചെയ്ത്? കല്യാണത്തിന് അന്നങ്ങാണ്ട് കൈ പിടിച്ച പിന്നെ അല്ലാഹ് കൈക്ക് പിടിച്ചിട്ട് പോരില്ല. അവളുടെ കൈക്ക് പിടിക്കുന്നതിനേക്കാൾ നല്ലത് അയറ നല്ല അവസ്ഥ. അല്ലാഹു നമ്മളെ കാക്കണം, അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. പെണ്ണുങ്ങളുടെ കൈക്ക് ഇങ്ങനെ പിടിച്ചു കൊടുത്തിട്ട് സ്വന്തം ഏത് പെണ്ണിന്റെ കൈയാണെന്ന് തിരിച്ചറിയോ? നമ്മുടെ പെണ്ണുങ്ങളുടെ കൈ ഇതാണെന്ന് തിരിച്ചറിയോ? കൊണ്ടെത്തന്നാൽ കൈക്ക് പിടിച്ചിട്ട് കുറെ നാളായി. അവര് മീൻ വെട്ടുകയും അരക്കല്ലിലൊക്കെ ഇട്ടിട്ട് അരച്ചു വെക്കും. അവസാനം കൈയൊക്കെ എല്ലാം പോയി, പഴയ സോഫ്റ്റ് ഒന്നും ഇല്ല ഇപ്പൊ. അള്ളാഹു ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ. ആമീൻ പറയും. ഇതാ ഒരു മടി, ആഫിയത്ത് കൊടുക്കണ്ടേ? ഇത് ഉറക്കം പറഞ്ഞു, ഇല്ലെങ്കിൽ ഞാൻ ഇച്ചിരി താത്ത് ഇടും. നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉറക്കം പറയണം, ഇല്ലെങ്കിൽ തലയ്ക്ക് അടിയും കിട്ടും. ഉറക്കം പറഞ്ഞു അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ദീർഘായുസ്സ് അള്ളാഹു നസീബാക്കട്ടെ. നമുക്ക് വേണ്ടിയല്ലേ ജീവിക്കുന്നത്? നമ്മളെ വിശ്വസിച്ചിട്ടാണ് അവരുടെ വീട്ടിൽ നിന്ന് അവർ പുറത്തു വന്നത് നമ്മുടെ വീട്ടിലേക്ക്. വർഷങ്ങളായിട്ട് നമ്മളോടൊപ്പം ജീവിക്കാൻ. അവളുടെ വീട്ടിൽ 14, 15, 20 വർഷമൊക്കെയാണ് ജീവിച്ചത്. അതിലേക്കാൾ ഏറെ 30 കൊല്ലം 40 കൊല്ലമായിട്ട് നീയുമായി ജീവിക്കാൻ എത്രയോ നാളായി അവളുടെ വാപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നൊക്കെ അകന്ന് നിന്നോടൊപ്പം മനോഹരമായ ജീവിതം നയിക്കുക. ആ പ്രിയപ്പെട്ട ഭാര്യയുടെ കൈക്കിടയ്ക്ക് ഇങ്ങനെ പിടിക്കുക, അത് ഭയങ്കര എഫക്റ്റാണ്. മക്കളുടെ കൈക്ക് ഇങ്ങനെ പിടിക്കുക. മക്കൾ സ്കൂളിൽ നിന്ന് കൂടെ വരുമ്പോഴത്തേക്കും വാപ്പ ഇങ്ങനെ കൈക്ക് പിടിക്കുക. നേരെ വന്നിട്ട് അവരെ ചേർത്ത് അണച്ചു പിടിക്കുക. ആദ്യം തന്നെ അവരുടെ കൈക്കൊന്ന് പിടിച്ചിട്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക. രണ്ട് കൈയിലും. ഒരു കൈ ഇങ്ങനെ കൊടുക്കല് തക്കബ്ബുറിന്റെ ലക്ഷണമാണെന്നാണ്. രണ്ട് കൈയും ചേർക്കുക. ഒരു കൈ അവിടെ നിന്ന് വെക്കുന്നു, അവൾ ഇങ്ങോട്ട് വെക്കുന്നു, അതിന്റെ പുറത്ത് നമ്മുടെ കൈയും വരുന്നു. അതാണ് ഏറ്റവും തവാദു, വിനയത്തിന്റെ ശൈലിയാണ്. അങ്ങനെ വെക്കണം. ഇങ്ങനെ ഒരു മുസാഫഹത്ത് നമ്മൾ ചെയ്യലുണ്ടോ? നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മുസാഫഹത്ത് ചെയ്യണേ ചെയ്യണേ. മഹാനായ ഖതാദ റളിയല്ലാഹു അൻഹു അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, അക്കാനത്തിൽ മുസാഫഹത്തു ഫി അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന്റെ ശൈലിയിൽപ്പെട്ടതായിരുന്നു മുസാഫഹത്ത് എന്ന് ചോദിക്കുമ്പോൾ അനസ് റളിയല്ലാഹു അൻഹു ഖതാദ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, നഅം യാ ഖതാദ,
അള്ളാഹുവിന്റെ റസൂലിന്റെ ശൈലിയിൽ പെട്ടതായിരുന്നു. അവിടുത്തെ അനുയായി വൃന്ദത്തിന്റെ ശൈലിയിൽ പെട്ടതായിരുന്നു മുസാഫഹത്ത് എന്ന് അനസ് റളിയല്ലാഹു അൻഹു. മുസാഫഹത്ത് ഭയങ്കര ഗുണമുള്ള കേസാണ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാമിൻ മുസ്ലിമൈനി യൽതഖിയാനി ഫയതസാഫഹാനി ഇല്ലാ ഗുഫിറ ലഹുമാ ഖബല അൻ യഫ്തരിഖാ. മുസ്ലിമീങ്ങളായ രണ്ട് ആളുകൾ പരസ്പരം മുസാഫഹത്ത് ചെയ്തിട്ട് അവർ പിരിയുന്നതാകുന്ന നേരമെത്തുമ്പോ അവർക്കിടയിലുള്ള പാപങ്ങൾ അല്ലാഹു ഇല്ലാതാക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. പരസ്പരം കണ്ടുമുട്ടുന്നതായ മുസ്ലിമീങ്ങൾ മുസാഫഹത്ത് ചെയ്തിട്ടാണ് പിരിയുന്നത് എങ്കിൽ അവർക്കിടയിലുള്ള പാപങ്ങൾ അല്ലാഹു ഇല്ലാതാക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. വിട്ടുപിരിയുന്നതിന് മുമ്പ് തന്നെ അവരുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. രണ്ട് മുസ്ലിം സഹോദരിമാർ ഇങ്ങനെ കണ്ടിട്ട് പിരിയുന്നതിന് മുമ്പ് അങ്ങനെ മുസാഫഹത്ത് ചെയ്യുമ്പോൾ ഒരു സലാത്ത് കൂടി ചെല്ലിയാൽ ബെറ്ററായി. എപ്പോഴും എന്ത് സുന്നത്തില്ല, മുആനക്ക സുന്നത്തില്ല. മുആനക്ക എന്ന് പറഞ്ഞാൽ എന്താ? കെട്ടിപ്പിടിക്കുക. ചില ആളുകളുണ്ട് കാണുമ്പോൾ കെട്ടിപ്പിടിച്ചിട്ട് വാരിയെല്ലാം കോർത്ത് ഒരു അമക്കമക്കിട്ട് പോകും. പിന്നെ നമുക്ക് 5 ദിവസത്തെ വാത് തീരുമാനമായി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. മുആനക്ക ചെയ്യണ്ട്. അല്ലാഹ് ചിലര് കൈക്ക് പിടിച്ചിട്ട് എല്ലുണ്ടോ എന്ന് പരിശോധിക്കും. ഖദർ അലൈഹി ഇസ്ലാം ആണോ നോക്കാൻ വേണ്ടി നമ്മുടെ കൈക്ക് പിടിച്ച് അമക്കി തീരുമാനമാക്കി വെച്ചു. ഖദർ നബി അല്ലേ പഠിച്ചോൻ കാത്ത അമക്കറ്റ്. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ചിലരങ്ങനെ ചെയ്യുന്നുണ്ട്, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതിലൂടെ എങ്കിലും അങ്ങനെയുള്ളവർ കേട്ടിട്ട് നന്നാവട്ടെ. അതുകൊണ്ടാണ് പറയുന്നത്. ചില പിടിച്ചിട്ട് പിടിച്ചിട്ടുണ്ട് കിട്ടിയ ചാൻസ് അല്ലേ. വാർക്കപ്പണിക്കൊക്കെ പോകുന്ന നമ്മുടെ കൈക്ക് പിടിച്ചിട്ട് ഒരു പിടുത്തം പിടിച്ച് വടച്ച 3 ദിവസത്തേക്ക് പിന്നെ കൈ കൊടുക്കലില്ല. കൈ പോക്കറ്റിട്ടുണ്ടോ വരും, ഇല്ലെങ്കിൽ ആ മൊബൈൽ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. മുസാഫഹത്ത് ചെയ്യൽ എപ്പോഴും വേണം. സുന്നത്തുള്ള പരസ്പരം കണ്ടുമുട്ടുമ്പോഴൊക്കെ വേണ്ട. എന്താണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്? മുആനക്ക, കെട്ടിപ്പിടിക്കുക. അതെപ്പോഴും ദീർഘയാത്ര കഴിഞ്ഞു വരുന്നവരെ സുന്നത്ത്. ഇപ്പൊ ഹജ്ജ്, ഉംറ അല്ലെങ്കിൽ കുറെ നാളായി കണ്ടിട്ട് ഒരുപാട് വിടവുകളുണ്ട്, ഒരുപാട് യാത്രയെ കഴിഞ്ഞു വന്ന ആളാ. അങ്ങനെ കാണുമ്പോഴാണ് എന്ത് മുആനക്ക സുന്നത്തുള്ളത്, കെട്ടിപ്പിടിക്കുക. അതിങ്ങനെ വലത്തെ തോളിൽ വീണ്ടും ഇപ്പുറത്ത് അങ്ങനെ 3 പ്രാവശ്യം. അത് കവളുകൾ തമ്മിൽ ചേർക്കുക. അറബികൾ ചെയ്യുന്ന കണ്ടിട്ടില്ലേ? ചുംബിക്കൽ വേണോ? ചുംബിക്കൽ അതുപോലെ സാലിഹീങ്ങളായ ആളുകളാണെങ്കിലും ഒക്കെ, അല്ലാതെ എല്ലാവരും പിടിച്ച് ചുംബിക്കാന്നല്ല. ആണുങ്ങളോടാണ് ചെയ്യാനത് കേട്ടോ ഈ മുസാഫഹത്തൊക്കെ. അല്ലാതെ ഇവിടുന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ അത് കഴിഞ്ഞ് അപ്പുറത്ത് താത്ത പറഞ്ഞാൽ മുസാഫഹത്ത് പരസ്പരം സ്നേഹം വർദ്ധിക്കും. അതല്ല ഈ പറഞ്ഞ ആണുങ്ങളോട്, സ്ത്രീകളോട്. നമ്മൾ വീട്ടിലുള്ളവരുടെ ആദ്യം ചെയ്യുക. അതിനപ്പോ ഇത് പറഞ്ഞത്. ഭർത്താവ് ഭാര്യയോട് ചെയ്യും. എത്ര കാലമായിട്ട് കൈക്ക് പിടിച്ച്, മക്കളുടെ കൈക്ക് പിടിച്ചിട്ട് എത്ര കാലമായി? പാപ്പ ഒന്ന് കൈക്ക് പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് സംസാരിച്ചു നോക്കി ഒരു 5 മിനിറ്റ്. മകളെ വിളിച്ചിട്ട് മോളെ ആഹത്തന്നെ പാപ്പ സംസാരിച്ചു നോക്കിയേ. അവൾക്ക് എന്ത് സന്തോഷമായിരിക്കും എന്നറിയാം മനസ്സിൽ. എന്തൊരു ആനന്ദമായിരിക്കും. 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന മകളുടെ കൈക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഒരു 5 മിനിറ്റ് വർത്തമാനം പറഞ്ഞ വാപ്പ എത്ര കാലമായി, ഉമ്മ എത്ര നേരമായി അവളോട് ഇങ്ങനെ ഒന്ന് സംസാരിച്ചിട്ട്. അതിന് നേരെയില്ലല്ലോ, നിങ്ങളുടെ കയ്യിൽ മൊബൈലല്ലേ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, മുഅ്മിനീങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയിട്ട് മുസാഫഹത്ത് ചെയ്തിട്ട് അവർ പിരിയുന്നതിന് മുമ്പായി തന്നെ അല്ലാഹു പാപങ്ങൾ പൊറുക്കുമേ എന്ന് നബിയോനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അൽ മുസാഫഹത്തു തസീദു ഫിൽ മവദ്ദ. മുസാഫഹത്ത് ചെയ്യൽ സ്നേഹം അധികരിക്കാൻ കാരണമാണ്. മഹാനായ ഇമാം ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ പറഞ്ഞ വാക്കാണ്. ആരാ ഹസൻ ബസ്രി ഇമാം? അല്ലാഹ്, ഞാൻ നിർത്താൻ പറഞ്ഞ ഒരുപാട് പോണ്ടി വരും. ഹസൻ ബസ്രി ഇമാം ആരാ? മഹാനായ സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളിൽപ്പെട്ട, സ്വഹാബത്തിൽപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെതാകുന്ന അടിമയായിരുന്നു യസാർ റളിയല്ലാഹു അൻഹു. യസാർ എന്നാണ് പേര്. യസാർ എന്ന് പറയുന്നതാകുന്ന വ്യക്തിയുടെ മകനാണ് ആര്? മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു. നബി തങ്ങളുടെ സ്വഹാബിയുടെ അടിമയായിരുന്നു. ഏതാ സ്വഹാബി? സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. ഉമ്മയുടെ പേര് ഖൈറ എന്നാണ്. എന്താണ് ഉമ്മയുടെ പേര്? ഖൈറ. അവരും അടിമ സ്ത്രീയായിരുന്നു. ആരുടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയായ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ, മഹിളയുടെ അടിമ സ്ത്രീയായിരുന്നു. രണ്ടുപേരും അടിമയ്ക്ക് പിറന്ന കുട്ടിയാ. പക്ഷെ ഏത് കാലത്തിലാണ് ജനിച്ചത്? മാഷാ അല്ലാഹ്, 1-ാം നൂറ്റാണ്ടിലാണ് ജനിച്ചിരിക്കുന്നത്. ചെറിയ കാര്യമല്ല.
വേറെയുണ്ട് ഹസനുൽ ബസ്രി റളിയല്ലാഹുവിന്റെ ചരിത്രം. നിങ്ങൾ ഇറാഖിൽ പോയാൽ ബസറ എന്ന് പറയുന്ന ഒരു പട്ടണമുണ്ട്. മുത്തല്ലിമീങ്ങൾക്കൊക്കെ പരിചയമാണ് ആ നാമം. കൂഫ, ബസറ. നഹ്വിന്റെ എല്ലാ കിതാബുകളിലും അവരെ പരാമർശിക്കും. അൽഹംദുലില്ലാഹ് അവിടെ പോകാൻ അവസരം കിട്ടിയിട്ടുണ്ട് പലപ്പോഴും. നമുക്ക് എല്ലാവർക്കും പോകാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇറാഖിലെ ബസറ എന്ന് പറയുന്ന വലിയ പട്ടണത്തിന്റെ നടുക്കളത്തിൽ വിശാലമായ ഏക്കർ കണക്കിന് വലിയതാകുന്ന മഖബറകൾക്കുള്ളിൽ സ്ഥാനം പിടിച്ച് ഏറ്റവും ഉന്നതമാകുന്ന മഖബറയായി അവിടെ പ്രത്യേകമായി അടയാളം ചെയ്യപ്പെട്ടുള്ള മഖബറയാണ് ആരുടേത്? മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു. സയ്യിദു താബിഈൻ, താബിഈങ്ങളുടെ നേതൃത്വമാണ്. വലിയ ഉന്നതനായ വ്യക്തിത്വം. ബഹുമാനപ്പെട്ടവർക്ക് വലിയ സ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു. എന്താ കിട്ടാൻ കാരണം? ചരിത്രം പറയുന്നു, ഉമ്മയാകുന്ന ഖൈറ എന്ന് പറയുന്ന ഉമ്മ അടിമസ്ത്രീയാണല്ലോ. ആരുടെ അടിമസ്ത്രീയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയാകുന്ന ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയുടെ അടിമസ്ത്രീയാണ്. വീട്ടു ജോലിയൊക്കെ ചെയ്യുന്ന പെണ്ണാണ്. അവര് ചിലപ്പോ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ ചില ജോലികളൊക്കെ ഏൽപ്പിച്ച് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. ഈ ഖൈറ എന്ന് പറയുന്ന ഉമ്മ പോകുമ്പോ ഈ കുഞ്ഞ് തൊട്ടിലിൽ കിടന്ന് ഇങ്ങനെ കരയും. കരയുന്ന സമയത്ത് കുഞ്ഞിനെ ഇങ്ങനെ മാറോട് ചേർത്ത് പിടിച്ചിട്ട് മുലപ്പാല് കൊടുക്കും. ആര്? ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ. നബി തങ്ങളുടെ ഭാര്യയായ മുഅ്മിനീങ്ങളുടെ മാതാവാകുന്ന ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയുടെ മുലപ്പാല് നുകരാനുള്ള ഭാഗ്യം ആർക്ക് കിട്ടി? മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ലഭിച്ചു. അതിന്റെ ഗുണം മാഷാ അല്ലാഹ്, വിത്തുഗുണം 10 ഗുണം. ബഹുമാനപ്പെട്ടവർ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ മഹോന്നത വ്യക്തിത്വമായി, താബികളിൽ പ്രമുഖനായി, ലോകം കണ്ട ഉന്നതമാകുന്ന ഇമാമിയങ്ങളുടെ നേതൃത്വമായി ബഹുമാനപ്പെട്ടവർ മാറി. ലക്ഷക്കണക്കിന് ആളുകളാണ് അവരിൽ നിന്ന് വിജ്ഞാനം നുകർന്ന് പിൽക്കാലത്ത് വന്നിട്ടുള്ളത്. ഇറാഖ് എന്ന് പറയുന്ന നാട് തന്നെ ഔലിയാക്കളുടെ കേന്ദ്രമാണ്. അവർക്ക് ശേഷം വന്നവരല്ലേ സഹോദരങ്ങളെ മഹാനായ ഇമാം ശാഫി റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹത്തുക്കൾ. അവർക്ക് ശേഷം വന്നതല്ലേ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു. അവർക്ക് ശേഷം വന്നതല്ലേ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു. ഇവരൊക്കെ അന്തിവിശ്രമം ചെയ്യുന്ന പവിത്രമാക്കപ്പെട്ട മണ്ണ്. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്, റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്. മഹാനായ ബഹുമാനപ്പെട്ടതാകുന്ന അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാരൊക്കെ കടക്കുന്ന മണ്ണാണേത്? ഇറാഖിന്റെ മണ്ണ്. ആ ഇറാഖിന്റെ മണ്ണിലാണ്, ബസറയിലാണ് ആരന്തിവിശ്രമം ചെയ്ത ഹസൻ ബസ്രി ഇമാം റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറഞ്ഞു, അൽ മുസാഫഹതു തസീദു ഫിൽ മവദ്ദ. എന്റെ പഠനം കൊണ്ട് നിങ്ങളോട് ഞാൻ പറയട്ടെ, മുസാഫഹത്ത് ചെയ്താൽ സ്നേഹം വർദ്ധിക്കും. അദ്ദേഹത്തിന്റെ വാക്യം. ഇനി ഇതിനെക്കുറിച്ച് പറയണ്ടല്ലോ. ആളാരാന്ന് പറഞ്ഞു തന്നല്ലോ. സാദാ സീത വ്യക്തിയല്ല, വലിയ ആലിമാണ്, വ്യക്തമായി പറഞ്ഞു തന്നു. അദ്ദേഹം പറഞ്ഞു, മുസാഫഹത്ത് ഇടയ്ക്കിടയ്ക്ക് ചെയ്താൽ എന്തുണ്ടാവും? സ്നേഹം വർദ്ധിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതൊക്കെ പഠിച്ചു വെച്ചോ. അപ്പൊ നമ്മുടെ മക്കളോടാണ് ഏറ്റവും കൂടുതൽ നമ്മൾ അത് കാണിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ് മുസാഫഹത്ത്. പിന്നെയാണ് ചുംബനം. മുസാഫഹത്ത് കഴിഞ്ഞാലാണല്ലോ അതോടൊപ്പം തന്നെ മുആനഖ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് മഹാനായ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു കടന്നു വരുവയാ. മദീനയിലേക്ക് വന്നപ്പോ അല്ലാഹുവിന്റെ റസൂലദാ യജുറു സിയാബഹു. നബി തങ്ങളദാ വീട്ടിൽ നിന്ന് വസ്ത്രം വേറെ തന്നെ വലിച്ചിഴച്ച് നബി തങ്ങൾ വേഗം ചെന്നുകൊണ്ട് വാതിൽ മുട്ടിയപ്പോ വാതിൽ തുറന്നിട്ട് ഫഖബലഹു ഫഅനഖഹു. വളർത്ത മകനാകുന്ന സെയ്ദ് ബിൻ ഹാരിസിനെ അല്ലാഹുവിന്റെ റസൂൽ ചുംബിക്കുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്തു എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. വളർത്ത മകനാണ് സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം വന്ന് വാതിൽ മുട്ടിയപ്പോ നബി തങ്ങൾ സ്നേഹം കൊണ്ട് ഓടിച്ചെന്നിട്ട് കൊണ്ടിങ്ങനെ പിടിച്ച് ഒരു കൈ കൊണ്ട് പിടിച്ചോണ്ട വേഗം ചെന്ന് വാതിൽ തുറക്കുക. കുഞ്ഞു വന്ന് കാത്തിരിക്കല്ല, പെട്ടെന്ന് അവനെ കെട്ടിപ്പിടിക്കുക സയ്യിദുനാ റസൂലുള്ളാഹി. അവ കെട്ടിപ്പിടിക്കുകയും ചെയ്യണം. എപ്പോഴല്ല, ഇടയ്ക്കൊക്കെ അത് വേണം. ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യലാണ്, കൂട്ടിയിണക്കലാണ്. അപ്പൊ കുട്ടികൾക്ക് ഭയങ്കര റാഹത്ത. ഒന്ന് കെട്ടി ഇങ്ങനെ ഒന്ന് പിടിച്ച് ഒരു 10 സെക്കൻഡ് ഒന്ന് പിടിക്കുമ്പോ തന്നെ റാഹത്ത. നല്ല കരയുന്ന കുഞ്ഞ്, ആ കുഞ്ഞിനെ ഇങ്ങനെ മാറോട് ചേർത്ത് ഇങ്ങനെ ഉമ്മിങ്ങനെ പിടിക്കുമ്പോ ആ കുഞ്ഞിങ്ങനെ ഏങ്ങി അതങ്ങനെ ശാന്തടയെന്ന് കാണുന്നില്ലേ? അതേപോലെ ആശ്വാസം അവരുടെ ഹൃദയത്തിൽ. നമ്മളിതൊക്കെ ചെയ്യണം സഹോദരങ്ങളെ. ഇതൊക്കെ സ്നേഹത്തിൻ്റെതാകുന്ന ഭാവങ്ങളാണ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബ്ബല ഹസൻ ഇബ്നു അലി, മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ചുംബിക്കുകയാണ്. ഇത് കാണുകയാണ് അഖ്റ ബിൻ ഹാബിസ് റളിയല്ലാഹു അൻഹു.
ഗ്രാമീണനായ അഖ്റ ബിൻ ഹാബിസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ് ഇന്നലി അശറതൻ മിനൽ വലദ്, അല്ലാഹുവിന്റെ റസൂലേ എനിക്ക് 10 മക്കളുണ്ട് നബിയേ, മാ ഖബ്ബൽതു വാഹിദൻ മിൻഹും, ഒരാളെ പോലും ഞാൻ ചുംബിച്ചിട്ടില്ല ഹബീബേ. فقال رسول الله صلى الله عليه وسلم, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്നഹു ലാ യർഹമു മൻ ലാ യുർഹം, കുട്ടികളോടെന്നല്ല ചെറിയവരോട് വരെ കരുണ ചെയ്യാത്തതാകുന്ന ഒരാൾക്ക് പോലും അല്ലാഹുവിന്റെ കാരുണ്യമുണ്ടാവില്ല എന്ന് നബിയോനാ റസൂലുള്ളാഹി. പേരക്കുട്ടിയാകുന്ന ഹസൻ റളിയല്ലാഹു അൻഹുവിനെ മടിയിലെടുത്തു വെച്ചുകൊണ്ട് നബി തങ്ങൾ കവിൾത്തടത്തിൽ ചുംബിക്കുന്നത് കണ്ടപ്പോ, ബഹുമാനപ്പെട്ടവരെ ചുംബിക്കുന്നത് കണ്ടപ്പോ സ്വഹാബിയായ ഒരു വ്യക്തി നബി തങ്ങളോട് പരിഭവം പറയുകയാണ്, 10 മക്കളുണ്ട് എനിക്ക്, ഒരാളെ പോലും ഞാൻ ചുംബിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മോനെ നിന്റെ ഹൃദയത്തിൽ കാരുണ്യമുണ്ടാവില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. കരുണ ചൊരിഞ്ഞിട്ടില്ല എങ്കിൽ നിന്റെ മേൽ അള്ളാഹു കരുണ ചൊരിയില്ല. ഹബീബ് മുഹമ്മദ് മുസ്തഫ മക്കളുടെ കരുണ ചൊരിയണം. അതിൽപ്പെട്ടതാണ് ചുംബനം കൊടുക്കുക. ഇത് എപ്പോഴും ഇങ്ങനെ ലാളനയല്ല, ഡോണ്ട് ക്രിറ്റിക്സ് ആൻഡ് കോംപ്ലിമെന്റ് എന്നാണ്. ഓവറായി ശിക്ഷണ നടപടിയും പാടില്ല, ഓവറായി അവരെ ലാളിക്കാനും പാടില്ല. മിതത്വമാണ്, രണ്ടും മിതത്വം. സാധു പറഞ്ഞായിരുന്നു ഉമ്മ കൊടുക്കണം, ഇവിടെ കാണുമ്പോ ഉമ്മ ആപ്പാടെ 2 കൊന്തമ്പല്ല് മക്കളുടെ കവിളിനകത്ത് കയറിപ്പോയി. അള്ളാഹു ആക്കട്ടെ, ഉമ്മ വെച്ച് 2 കുഴി, 24 മണിക്കൂർ ഉമ്മ കൊടുക്കല്. ആദ്യം പല്ലൊക്കെ തേക്കണം, ഇല്ലെങ്കിൽ 3ാമത്തെ തൊട്ട് ഉമ്മ കൊടുക്കാൻ മക്കൾ ഇങ്ങനെ നിൽക്കുന്നതാണ്. ആപ്പാട് ചെറിയ വെറുപ്പ്, കാരണം ഇതിനകത്തുനിന്ന് വരുന്ന സാധനം വെറൈറ്റി ഐറ്റമാണ്. അള്ളാഹു നമ്മളൊക്കെ അതൊന്നും പിന്നെ പറയേണ്ട കാര്യമില്ല. വിസ്വാഖൊക്കെ കറക്റ്റ് ആയിരിക്കണം, ഒക്കെ ശ്രദ്ധിച്ചിട്ടേ ചെയ്യാവുള്ളൂ. ഇല്ലെങ്കിൽ മക്കള് ഇങ്ങനെ മസിൽ പിടിക്കുന്നതാണ്, ഭാര്യയെല്ലാം അങ്ങോട്ട് പോകും. അള്ളാഹു നമ്മളൊക്കെ ആക്കട്ടെ. ഉമ്മ കൊടുക്കാൻ വിളിക്കുമ്പോഴേ പേടിയായിരിക്കും, ഇവിടുന്ന് ശ്വാസം പിടിച്ചോണ്ടായിരിക്കും പിന്നെ അവർ വരുന്നത്. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചോളൂ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പറയേണ്ട കാര്യമില്ലല്ലോ, അത് ശ്രദ്ധിച്ചോളൂ. അതൊക്കെ നിസ്സാര വിഷയമൊന്നുമല്ല, വലിയ വിഷയമാണ്. നമ്മുടെ നാക്ക് എടുത്തിട്ട് നമ്മുടെ തൊലിപ്പുറത്ത് നാക്കുകൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ നക്കിയതിന് ശേഷം 1 മിനിറ്റ് കഴിയണം, എന്നിട്ടൊന്ന് മണത്തി നോക്കണമെന്നാണ്. ദുർഗന്ധം അപ്പോഴാണ് കറക്റ്റ് അറിയുക എന്നാണ്. എന്താണ് നാക്കിന്റെ തൊലിപ്പുറത്ത് നമ്മളിങ്ങനെ കൈയുടെ തൊലിപ്പുറത്തെ നാക്കുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ നക്കിയിട്ട് 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പതുക്കൊന്ന് മണത്തി നോക്കണം. കറക്റ്റ്. അല്ലാതെ കോൾഗേറ്റിന്റെ പരസ്യം കാണിക്കുന്ന പോലെ കാണിച്ചാൽ ഇതൊന്നും മണം അറിയത്തൊന്നുമില്ല. ഇങ്ങനെ ചെയ്തു നോക്കി. ഇപ്പൊ ഇരുന്ന് നക്കാതെ അത് പറഞ്ഞപ്പോ ഇരുന്നു. ഇത്രയും നേരം പറഞ്ഞൊരു സുബ്ഹാനല്ലാഹും ഇല്ല, അസ്തഗ്ഫിറുല്ലാഹും ഇല്ല, എന്നാ കയ്യോളം ചെയ്തു നോക്കിയേക്കാം. ഇപ്പൊ മണത്തി നോക്കല്ലേ കേട്ടാ. മണത്തി നോക്കിയാ ഇവിടെ നിന്ന് കെട്ട അഴിച്ചതിന് ശേഷം പിന്നെ എഴുന്നേക്കുള്ളൂ. 3 ദിവസം കഴിയും. ഞാൻ വെറുതെ പറഞ്ഞില്ല, ഒന്ന് ചെയ്തു നോക്കിയോ. വീട്ടിൽ ചെന്നിട്ടൊന്ന് ചെയ്തു നോക്കുക, ആരും അറിയാതെ ഒരു രഹസ്യമായിട്ടൊന്ന് ചെയ്തു നോക്കിയോ. അല്ല, ഇത്രയും വായനാറ്റം ഉണ്ടായിരുന്നോ പടച്ച റബ്ബേ എന്ന് അപ്പോഴാണ് മനസ്സിലാക്കുക. അതിനുശേഷം ഒന്ന് മിസ്വാക്ക് ചെയ്യണം. മിസ്വാക്ക് ചെയ്തിട്ട് വീണ്ടും ഒന്ന് ചെയ്തു നോക്കണം, അപ്പൊ ക്ലിയർ ആയിരിക്കും. ഞാൻ വെറുതെ പറയല്ല. അപ്പോഴാണ് അറിയാം നമ്മുടെ വാ എത്രത്തോളം പകർച്ചയായിട്ടുണ്ടെന്ന്, എത്രത്തോളം പ്രശ്നം ഉണ്ടെന്നുള്ളത് അപ്പോഴറിയാം. ഇതും പിടിച്ചോണ്ട് നമ്മൾ പോകുന്നത് ഉമ്മ കൊടുക്കാൻ തീരും. അതോടുകൂടി ഏകദേശം തീരുമാനമാവും. അള്ളാഹു നമ്മളൊക്കെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മിസ്വാക്ക് നിസ്സാര വിഷയമല്ല, അത് ചെയ്യണേന്ന് പറഞ്ഞത് തമാശക്ക് പറഞ്ഞതല്ല, ഗൗരവത്തിൽ പറഞ്ഞത്. ദാമ്പത്യ ജീവിതത്തിൽ പോലും വിള്ളലുണ്ടാകാൻ കാരണം ഇന്ന് ശാസ്ത്രം തന്നെ പറയുന്നുണ്ടല്ലോ. എത്രയോ കേസുകൾ മഹല്ലത്തിൽ തന്നെ കെട്ടിക്കിടക്കുന്നു. 40% ഇതൊക്കെയാണ് പ്രശ്നം. പല്ല് കേൾക്കൂല, കുളിക്കൂല, കുളിക്കാത്തറയായിട്ട് നടക്കാണ്. പിന്നെ എങ്ങനെ റാഹത്ത് കിട്ടും? ജീവിതം എങ്ങനെ റാഹത്ത്? അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എപ്പോഴും നല്ല വൃത്തി, ശുചിത്വം, വിശ്വാസത്തിന്റെ ഭാഗമാണെന്ത്? പരിശുദ്ധമായ നല്ല വസ്ത്രവിധാനം, നല്ല ശുദ്ധി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി അനിവാര്യമാണ്. അതാ ഞാൻ പറഞ്ഞത്, വാപ്പായും ഉമ്മായും മക്കൾക്ക് നല്ല റോൾ മോഡൽ ആകണം. നമ്മൾ നല്ല വൃത്തിയിലും വെടിപ്പിലും കുളിച്ച് നഖം വെട്ടി വൃത്തിയായി നടക്കുന്നത് കാണുമ്പോൾ അവർ റെഡിയാവും. നഖമൊക്കെ വെട്ടണം, 2 ആഴ്ച കൂടുമ്പോ നോക്കണം. ഇത് മകന്റെ മുഖത്ത് ഇവിടെ നെറ്റിയിലൊരു വലിയ പാടാണ്. കാരണം എന്താ? അത് മൂത്തവൻ ഇങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒരു കുറി ഇട്ട് കൊടുത്തേ, കവിളിൽ അവിടെ ഇവിടെയൊക്കെ എല്ലാം മൊത്തത്തിൽ പാടാ. മക്കളെപ്പോഴും അങ്ങോട്ട് യുദ്ധമാണ്, ധർമ്മസമരം. നഖം വെട്ടി കൊടുക്കണം. എങ്ങനെയാ നഖം വെട്ടേണ്ടത്? ഏത് വരയിൽ നിന്നാ നഖം വെട്ടൽ തുടങ്ങേണ്ടത്? നഖം വെട്ടേണ്ടത് തുടങ്ങേണ്ടത് വലത്തെ കൈയിലെ ചൂണ്ടുവരലിൽ നിന്നാണ്. അതാ പഠിച്ചോ? ഒരു സുന്നത്താ പഠിച്ചു, നബിതങ്ങൾ പഠിപ്പിച്ച. നമ്മള് സദസ്സിന്ന് വാത് കഴിഞ്ഞ് പോകുമ്പോ അറിവ് പഠിച്ചിട്ട് പോകണം. അതിലാണ് കാര്യം. എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിന് ഉപകാരപ്പെടുന്ന ഇൽമു കിട്ടണം. അല്ലാഹു തൗഫീഖ് തരട്ടെ.
വലത്തെ കൈയുടെ ചൂണ്ടുവരലിൽ തുടങ്ങി നേരെ ഇങ്ങനെ വെട്ടി വലത്തെ കൈയുടെ ചെറുവിരലിലേക്ക് വെട്ടിക്കൊണ്ടുവരണം. ഇങ്ങനെയാണ് നഖം വെട്ടൽ സുന്നത്ത്. ഇങ്ങനെയാണ് നബിതങ്ങൾ വെട്ടിയിരുന്നത്. പിന്നെ വലത്തെ കൈയുടെ തള്ളവരൽ, ആദ്യം ഈ 4 വിരൽ ഇങ്ങനെ, മനസ്സിലായി, അത് ഇങ്ങോട്ട് കൊണ്ടുപോയാൽ. അങ്ങനെ ചെയ്തില്ല നബിതങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് ഇങ്ങനെയാണ്. അങ്ങനെ തന്നെ നമ്മൾ ചെറുപ്പത്തിൽ ചെയ്യണം. ചെറിയ കുട്ടികൾക്ക് അങ്ങനെ വെട്ടിക്കൊടുക്കുമ്പോൾ അവർ വളർന്നു വലുതായാലും അതേ ശൈലി അവലംബിക്കും. അപ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കാൻ, നഖം വെട്ടുന്നതിന്റെ സുന്നത്തായ രൂപം ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ചെറുവിരലിലേക്ക്, എന്നിട്ട് പിന്നെ വലത്തെ കൈയുടെ തള്ളവിരൽ, പിന്നെ ഇടത് കൈയുടെ ചെറുവിരലിൽ നിന്ന് തുടങ്ങി വെട്ടി നേരെ ഇടത്തെ കൈയുടെ തള്ളവിരലിലേക്ക്, നേരെ ഇങ്ങനെ തന്നെ 5 വരെ. കയ്യിൽ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താ? പിന്നെ കാലില, വലത്തെ കാലിലെ ചെറുവിരലിൽ നിന്ന് തുടങ്ങി നേരെ ഇടത്തെ കാലിലെ ചെറുവിരലിലേക്ക് നേരെ ക്ലോക്ക് വൈസ് ഇങ്ങനെ, അഥവാ വലത്തെ കാലിൽ ചെറുവിരലും തുടങ്ങി അങ്ങോട്ട് വലത്തെ കാലിന്റെ തള്ളവിരൽ, പിന്നെ ഇടത്തെ കാലിന്റെ തള്ളവിരലും തുടങ്ങി ഇടത്തെ കാലിന്റെ ചെറുവിരൽ. കൈ മാത്രമാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഇതാണ് നബിതങ്ങളുടെ സുന്നത്ത്. ഇങ്ങനെയാണ് നമ്മൾ വെട്ടേണ്ടത്. പക്ഷെ ഇങ്ങനെയല്ല ഇതുവരെ വെട്ടിയത്. വയസ്സ് 70 കഴിഞ്ഞു, ഏകദേശം കബർ വെട്ടാൻ സമയമായി, ഇപ്പോഴാണ് നഖം വെട്ടുന്നത് പഠിച്ചത്. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ഒരു വട്ടമെങ്കിലും ഇനി ആ സുന്നത്ത് എടുത്തിട്ട് മരിക്കാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇത്രയും കാലമായിട്ട് നമ്മൾ നഖം വെട്ടാൻ പോലും പഠിച്ചു, വയസ്സ് ഇത്രയായി. ഇതാണ് സുന്നത്തായ രീതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശൈലി ഇതായിരുന്നു. നമ്മളിത് മക്കൾക്ക് ചെറുപ്പത്തിലേ ഇങ്ങനെ വെട്ടിക്കൊടുത്താൽ മക്കൾ വളർന്നു വലുതാകുമ്പോൾ ഇതേ ശൈലി അവലംബിക്കും. ഉമ്മ ഇങ്ങനെയാണ്, വല്യുമ്മ ഇങ്ങനെയാണ് വെട്ടിത്തന്നത്, വല്യുപ്പ എങ്ങനെയാണ് വെട്ടിത്തന്നത്, അതേ ശൈലി അവലംബിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ഇത് ചെയ്തു കൊടുക്കണം. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലിമു ഔലാദകും സലാസത ഖിസാൽ. നിങ്ങളുടെ മക്കളുടെ ഹൃദയത്തിലേക്ക് 3 കാര്യങ്ങളാണ് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. ഹുബ്ബ നബിയിക്കും, റസൂലുള്ളാഹിയോടുള്ള മഹബ്ബത്ത് മക്കൾക്ക് ഹൃദയത്തിൽ നൽകൽ അനിവാര്യമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. വഹുബ്ബ അഹ്ലി ബൈതിഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ അഹ്ലു ബൈത്തിനോട്, നബി തങ്ങളുടെ കുടുംബത്തോടുള്ള മഹബ്ബത്ത് മക്കളുടെ ഹൃദയത്തിൽ അടയാളപ്പെടുത്തൽ നിർബന്ധമാണ്. തീർന്നില്ല തിലാവത്തിൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആനിന്റെ പാരായണമാണ്. ഈ 3 കാര്യങ്ങൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. വകതിരി വെത്തിയാൽ, കുട്ടിക്ക് വകതിരി വെത്തുന്ന പ്രായമെന്ന് പറഞ്ഞത് അവനോട് ഒരു കാര്യം പറഞ്ഞാൽ കൃത്യമായി ചെയ്തുകൊണ്ട് വരും. ഉദാഹരണത്തിന് ഇമാമിങ്ങൾ പറയുന്നത്, ഒരു സാധനം വാങ്ങാൻ കടയിൽ വിടുക. ഒരു കുട്ടിക്ക് വകതിരി വെത്തുന്ന പ്രായം എത്ര? അത് പ്രായം പറക്കാകാൻ പറ്റൂല. ചിലർക്ക് നേരത്തെ പറ്റും, ചിലർക്ക് പ്രായം കുറച്ച് വൈകും. അത് മനസ്സിലാക്കാൻ പറ്റുന്നത് അവനൊരു 10 രൂപ കൊടുത്തിട്ട് കടയിൽ വിടാണ് ഒരു സാധനം വാങ്ങാൻ. അവൻ കടയിൽ പോയി വൃത്തിയായ ആ സാധനം വാങ്ങിച്ച് ബാക്കിയുള്ള പൈസയും വാങ്ങിച്ച് വൃത്തിയായിട്ട് വന്നാൽ ഏകദേശം വകതിരി വെത്തി എന്ന് മനസ്സിലാക്കാം എന്നാണ് ഇമാമിങ്ങൾ പറയുന്നത്. അതാണ് വകതിരി വെത്തുന്ന ഒരു പ്രായം എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു വകതിരി വെത്തുന്നതാകുന്ന ഒരു പ്രായം എത്തിക്കഴിഞ്ഞാലാണ് ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഹബീബ് മുഹമ്മദ് മുസ്തഫ. വാജിബിൻ അലൽ ആബാഇ വൽ ഉമ്മഹാത്ത്. മഹാനായ ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുഈൻ രേഖപ്പെടുത്തി വെക്കുന്നു, മാതാപിതാക്കളുടെ മേൽ നിർബന്ധമായത് ഒന്നാമതായി കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച്. നമുക്കൊരു നബിയുണ്ട്, മക്കയിൽ ജനിച്ചു, മദീനയിൽ വഫാത്തായി, മദീനയിലാണ് അവിടുത്തെ ഖബറുള്ളത് തുടങ്ങിയിട്ടുള്ള പ്രാഥമികമായ അറിവ് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അത് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. ആരാ? വാപ്പായും ഉമ്മായും പഠിപ്പിച്ചു കൊടുക്കേണ്ട അറിവാണ്. നമ്മൾ നമ്മുടെ മക്കൾക്ക് ചെറുപ്പത്തിൽ എന്താ പഠിപ്പിച്ചു കൊടുത്തത്? ഏതെല്ലാം സിനിമ പാട്ടുകളാണ് പഠിപ്പിച്ചു കൊടുത്തത്? മൊബൈൽ ഫോൺ കയ്യിലേക്ക് കൊടുത്താൽ മക്കൾ ഭൗതികമാകുന്ന ലോകത്തിന്റെ ഏതെല്ലാം തലത്തിലേക്ക് വാപ്പയും ഉമ്മയും കൊണ്ടുപോകേണ്ടതുണ്ടോ ആ തലത്തിലേക്ക് മുഴുവനും കൊണ്ടെത്തുന്ന രീതിക്ക് യൂട്യൂബിൻ്റെതാകുന്ന എല്ലാ ചാനലുകളും മക്കൾക്ക് സബ്സ്ക്രൈബ് പഠിപ്പിക്കുകയാണ്. മക്കൾക്കറിയാത്തതാകുന്ന ചാനലുകളില്ല, പോകാത്തതാകുന്ന തരംഗങ്ങളില്ല. എല്ലാ മാതൃകളും മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ തന്നെ തുറന്നിട്ട് കൊടുക്കുകയാണ്. അത് കണ്ടുകൊണ്ട് മാതാപിതാക്കൾ ആനന്ദിക്കുകയാണ്. എന്റെ മകൻ ഈ IT യുഗത്തിൽ ഉന്നതമാകുന്ന തലത്തിലേക്ക് എത്തിപ്പെട്ടു എന്ന അഭിമാനത്തോടുകൂടി ജനങ്ങളോട് വിളിച്ചു പറയാൻ നിൽക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളെ,
അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് മക്കൾക്ക് എന്താണ് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്? ആ പ്രവാചകന്റെ പ്രിയപ്പെട്ടതാകുന്ന അവിടുത്തെ കുടുംബത്തെ കുറിച്ച് എന്താണ് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്? ആ പരിശുദ്ധ പ്രവാചകരുടെ കൈവശം അല്ലാഹു ഇറക്കി കൊടുത്ത പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ, നമ്മുടെ കാറ്റലോഗായ വഴികാട്ടിയാകുന്ന പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിൽ നിന്ന് എത്ര ആയത്തുകളാണ് മക്കളെ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്? നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ ഈ മക്കൾ നമുക്ക് എതിരായി സാക്ഷി നിൽക്കുമേ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, നാളെ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് മഹ്ശറിലേക്ക് എത്തുമ്പോ കത്തിച്ചരിക്കുന്ന നരകത്തെ അല്ലാഹുവിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുകയാണ്, ജനങ്ങളുടെ മുന്നിലേക്ക് പടച്ച റബ്ബ് കൊണ്ടുവരുകയാണ്. വജീഅ യൗമഇദിൻ ബിജഹന്നം يومئذ يتذكر الإنسان وأنى له الذكرى. 3000 വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ടതാകുന്ന നരകം നാളെ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് മഹ്ശറയിലേക്ക് ആ നരകത്തെ കൊണ്ടുവന്ന് നിർത്തുമ്പോ ജനങ്ങൾ മുഴുവനും അങ്ങതാ വാവിട്ട് നിലവിളിക്കുകയാണ്, ഞാൻ എന്റെ ജീവിതത്തിൽ എത്രയോ സമയങ്ങളാണ് പാഴാക്കി കളഞ്ഞിട്ടുള്ളത്, എത്രയോ സമയങ്ങളാണ് ഇബാദത്തുകളെ ശ്രദ്ധ ചെലുത്താതെ, മക്കൾക്ക് ദീൻ പഠിപ്പിക്കാതെ, ഖുർആൻ പഠിപ്പിക്കാതെ, മദ്രസയിലേക്ക് കൃത്യമായി പറഞ്ഞു വിടാതെ, ദീനീ കലാലയത്തിലേക്ക് മക്കളെ പറഞ്ഞു വിടാതെ, ഭൗതിക ലോക താല്പര്യങ്ങൾക്ക് വേണ്ടി മക്കളെ പറഞ്ഞു വിട്ടവരല്ലേ, ആഖിറം കരഗതമാക്കാൻ ശ്രദ്ധിക്കാത്തവരല്ലേ, ഹബീബായ നബി തങ്ങളോടുള്ള മഹബ്ബത്ത് മക്കൾക്ക് ഹൃദയത്തിൽ അടയാളപ്പെടുത്താതെ, ആ പ്രവാചകന്റെ കുടുംബത്തെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാത്ത രക്ഷിതാക്കൾ നാളെ മഹ്ശറിൽ വന്നുകൊണ്ട് നിലനിൽക്കുമ്പോ ആ മക്കൾ വന്നുകൊണ്ട് പടച്ച റബ്ബിനോട് പറയുകയാണ്, റബ്ബനാ ഇന്നാ അതഅനാ സാദതനാ വകുബറാഅനാ വഅളല്ലൂന السبيلا ربنا آتهم ضعفين من العذاب والعنهم لعنا كبيرا. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളാണ് ഞങ്ങളെ പിഴപ്പിച്ചത് അല്ലാ, ഞങ്ങൾക്ക് ദീൻ പറഞ്ഞു തരാത്തവരാണ് അല്ലാ, ഞങ്ങൾക്ക് നൽകുന്നതിന്റെ ഇരട്ടി ശിക്ഷ, ഈ നരകത്തിന്റെ ഏറ്റവും കാഠിന്യമാകുന്ന ശിക്ഷ അവർക്ക് നീ കൊടുക്കണേ റബ്ബേ. റബ്ബനാ ആതിഹിം ളൈഫൈനി മിനൽ അദാബ്, ഞങ്ങൾക്ക് നൽകുന്ന ഏത് ശിക്ഷയാണോ, നരകത്തിന്റെ ഏറ്റവും ചെറിയ ശിക്ഷയല്ലേ പറഞ്ഞത്? നരകത്തിലേക്ക് കടന്നാലുടനെ ഇട്ടുകൊടുക്കുന്നതായ തീയാൽ പടക്കപ്പെട്ട ചെരുപ്പ്, ആ ചെരുപ്പിന്റെ ചൂട് കാരണമായിട്ട് പാദത്തിലൂടെ അടിച്ചു വീശുന്നതാകുന്ന ചൂട് കാരണമായിട്ട് തലച്ചോറ് വെന്തിരികെ പുറത്തു വരുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആ കത്തിച്ചൊലിക്കുന്നതാകുന്ന നരകത്തിൽ ഏത് ശിക്ഷയാണോ ഞങ്ങൾക്ക് വിധിക്കുന്നത്? കള്ളു കുടിച്ചുകൊണ്ട്, വിചരിച്ചുകൊണ്ട്, സിനിമ കണ്ടുകൊണ്ട്, സീരിയൽ ദർശിച്ച് മോശപ്പെട്ട തരത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോയി നടക്കുന്ന മക്കള്, മാതാപിതാക്കൾ ഭക്ഷണം മാത്രം കൊടുത്തുകൊണ്ട് ശരീരം കൊഴുപ്പിച്ച് മക്കളെ നടത്തിയവരാണ്. പള്ളിയിലേക്ക് പറഞ്ഞു വിട്ടില്ല, മദ്രസയിലേക്ക് പറഞ്ഞു വിട്ടില്ല, ദർസിലേക്ക് പറഞ്ഞു വിട്ടില്ല, അറബി കോളേജിലേക്ക് പറഞ്ഞു വിട്ടില്ല, ദീനീ കലാലയത്തിലേക്ക് മക്കളെ പറഞ്ഞു വിട്ടില്ല. കേവലം ഭൗതിക ലോക താല്പര്യത്തിന് വേണ്ടി മക്കളെ നടത്തിയതായ പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്ക് എതിരിൽ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ മക്കള് പറയുകയാണ്, റബ്ബനാ ആതിഹിം ളൈഫൈനി മിനൽ അദാബ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നൽകുന്ന ശിക്ഷയുടെ ഇരട്ടി നീ ഇവർക്ക് കൊടുക്കണേ അല്ലാ, ഇരട്ടി ശിക്ഷ ഇവർക്ക് കൊടുക്കണേ അല്ലാ. വൽ അൻഹും ലഅനൻ കബീറാ, ഇവരെ നീ ശപിക്കണേ അല്ലാ, വലിയ ശാപവാക്ക് എന്റെ മാതാപിതാക്കൾക്കാണ് കൊടുക്കേണ്ടത് എന്ന് മക്കളെ എതിരായി പറയുന്ന കാലഘട്ടം കടന്നു വരുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. റബ്ബനാ أرنا الذين أضلانا من الجن والإنس نجعلهما تحت أقدامنا نجعلهما تحت أقدامنا
ലിയകൂനാ മിനൽ അസ്ഫലീൻ. ഈ ദുനിയാവിൽ ഞങ്ങൾക്ക് സിനിമ പഠിപ്പിച്ചു തന്ന, സിനിമ കാസറ്റ് വാങ്ങിച്ചു തന്ന, സിനിമ ഡൗൺലോഡ് ചെയ്ത് പഠിപ്പിച്ചു തന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങൾ കുടുംബമായിട്ട് ഒരുമിച്ചാണ് പടം കാണാൻ പോയിരുന്നത്. എത്ര പ്രാവശ്യം തിയേറ്ററിലേക്ക് വാപ്പ കൊണ്ടുപോയി, എത്ര പ്രാവശ്യം മക്കൾക്ക് അനാവശ്യമാകുന്ന തലങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു, മക്കൾക്ക് യൂട്യൂബിലൂടെ പലതും കാണിച്ചു കൊടുത്തത് മാതാവല്ലേ പിതാവല്ലേ. മക്കൾ ഭക്ഷണം കഴിക്കുന്നില്ല, അതിനുവേണ്ടി ഉമ്മ ഇതാ യൂട്യൂബ് തുറന്നു വെച്ച് കൊടുത്തിരിക്കുകയാണ്. മക്കൾ നല്ലതുപോലെ ഭക്ഷണം കഴിക്കട്ടെ, മക്കൾ നല്ലതുപോലെ പത്തിരിയും ഇറച്ചിയും കഴിക്കാൻ വേണ്ടി മൊബൈൽ ഫോൺ തുറന്നു കൊടുത്ത പ്രിയപ്പെട്ട ഉമ്മ, അതിലൂടെയല്ലേ മക്കള് സിനിമ കാണുന്ന വാതാനങ്ങൾ തുറന്നത്, ഹറാമായ തലത്തിലേക്ക് കണ്ണു നട്ടിരിക്കാൻ പഠിച്ചത്. എത്ര നിസ്കാരങ്ങളാ ഖളായി പോയത്, എത്ര നോമ്പുകളാണ് ഫസാദായത്, എത്രയോ മജ്ലിസുന്നൂറിന്റെ മജ്ലിസുകളാണ്, എത്രയോ അദ്കാറിന്റെ സദസ്സുകളാണ് വാപ്പാ ഉമ്മ നിങ്ങൾ കൊടുത്തതാകുന്ന മൊബൈലിലൂടെ മക്കൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്. ഈ മക്കൾ നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ 3000 വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ട നരകത്തെ നേർക്ക് നേരെ കാണുമ്പോ അല്ലാഹുവിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് പറയുമത്രേ, ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, റബ്ബനാ റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവായ അല്ലാഹ്, അരിനല്ലദൈനി അളല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസി, ഞങ്ങളെ നശിപ്പിച്ചു കളഞ്ഞ ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണേ അല്ലാഹ്. ഞങ്ങൾ ഈ നരകത്തിന്റെ അടിത്തട്ടിൽ അകപ്പെട്ടു പോകേണ്ടവരല്ല, ഞങ്ങൾക്ക് അവരെ കൊണ്ടുവന്നൊന്ന് കാണണം. എന്തിനെന്നറിയുമോ? നജഅൽഹുമാ തഹത അഖദാമിനാ, ഞങ്ങളുടെ കാൽച്ചുവട്ടിലിട്ടുകൊണ്ട് ഈ നരകത്തിന്റെ അടിത്തട്ടിന്റെ ചൂട് അവരുടെ ശരീരത്തിലേക്കൊന്ന് പതിപ്പിക്കാനാണ്. ഞങ്ങളുടെ താഴെ കടക്കേണ്ടതവരാണ്. അവരുടെ മുതുകത്ത് കയറി നിന്നുകൊണ്ട് ഞങ്ങളൊന്ന് നൃത്തം ചവിട്ടിയിട്ട് ഞങ്ങളൊന്ന് ആശ്വസിക്കട്ടെ. ഈ നരകത്തിന്റെ ചൂടിൽ നിന്ന്, ഇതിന്റെ നെരിപ്പോടിൽ നിന്ന്, ഈ കഠിനമാകുന്ന പ്രയാസത്തിൽ നിന്ന് ഞങ്ങളുടെ മാതാപിതാക്കൾ അനുഭവിക്കേണ്ട ശിക്ഷയാണ്. അവരെ ഒന്ന് താഴെ കടത്തിയിട്ട് അവരുടെ മുതുകത്ത് കയറി ഒന്ന് നിൽക്കാനാണ് അല്ലാഹ്. അവരെ ഒന്ന് കാണിച്ചു തരണേ അല്ലാഹ്. നാളെ മക്കള് നമുക്കെതിരായി അല്ലാഹുവിന്റെ മുന്നിൽ പറയുന്ന ഡയലോഗാണ് വിശുദ്ധ ഖുർആൻ. അല്ലാഹു മലക്കാക്കുമാറാവട്ടെ. ഒന്നും രണ്ടും ആയത്തൊന്നുമല്ല, ഡസൻ കണക്കിന് ആയത്തുകളുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നരകത്തിൻ്റെതാകുന്ന ഭീകരതകൾ വിവരിക്കുന്നത്. 100 കണക്കിന് ആയത്തുകളുണ്ട്. സമയബന്ധിതമായതുകൊണ്ടാണ് ഞാനതിലേക്ക് പോകാതെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിമേ, എനിക്ക് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്താനുള്ളത്, ഖൂ അൻഫുസകും, നിങ്ങളുടെ സ്വന്തം ശരീരത്തെ സൂക്ഷിച്ചോ, വഅഹ്ലീകും, നിന്റെ ഭാര്യ, നിന്റെ പ്രിയപ്പെട്ട മക്കൾ, നിന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങളെ സൂക്ഷിച്ചോ, നാറൻ, കത്തിജ്വലിക്കുന്ന നരകത്തെ തൊട്ട് സൂക്ഷിച്ചോ എന്നുള്ള ഖുർആനിന്റെ അധ്യാപനമാണ്. മക്കളുടെ വിഷയത്തിൽ ജാഗ്രത പുലർത്തിക്കോ. ഇന്ന് ലഹരി യഥേഷ്ടം കൂടി വരികയാണ്. ലഹരി അടിക്കാത്തവരില്ല. കണ്ടില്ലേ, കഴിഞ്ഞ ദിവസം ഒരുത്തനെ പിടിക്കാൻ വേണ്ടി ഡാൻസ് ഓഫിന്റെ ആളുകൾ ചെന്നപ്പോ ഉസൈൻ ബോൾട്ട് ഓടുന്നത് പോലെ ചാടി ഇറങ്ങിയിട്ട് 3ാം നിലയിൽ നിന്ന് ചാടി ഇറങ്ങി ഓടുകയാണ്. കണ്ടില്ലേ, ഒരു സിനിമാ നടൻ. അവൻ കാര്യമായിട്ട് ഇപ്പൊ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. അവൻ പറഞ്ഞു, ഞാൻ ഏതോ ഗുണ്ടകളാന്ന് കരുതി ഓടിയതാണ്. പാലക്കാട് എത്തിയപ്പോഴാണ് മനസ്സിലായത് ഗുണ്ടയാണ്. അവസാനം ഇപ്പൊ തിരിച്ചു വന്നിട്ട് കീഴടങ്ങി. അവൻ പറയുന്നുണ്ട്, ഞാൻ ഇന്ന സാധനങ്ങളൊക്കെ അടിക്കുന്നുണ്ട്. പണ്ട് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഐറ്റംസ് അടിക്കാതെ പറ്റത്തില്ല. നടന വൈഭവങ്ങളിലേക്ക് വരണമെങ്കിൽ എന്ത് വരണം? ഈ ഐറ്റം വരണം. നേരത്തെ മുതലേ അവനെ ഹാല് മറിഞ്ഞിരിക്കുകയാണ്. അവനുമായി ഇന്റർവ്യൂ എടുക്കുന്നവർക്ക് പോലും ബോധമില്ല. കാരണം അത്രയേറെ വൃത്തികേടുകളും വിഷയങ്ങളും ഒക്കെ എത്ര കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവരെയാണ് പുതിയ തലമുറ പിൻപറ്റുന്നത്. മുസ്ലിം സമുദായത്തിലെ സഹോദരങ്ങൾ, സഹോദരിമാർ ഇവരുടെ അഭിനയ മുഹൂർത്തങ്ങൾ കണ്ടുകൊണ്ട് നെടുവീർപ്പെടുന്നു. അല്ലാഹുവിനെയോ അവന്റെ റസൂലിനെയോ പ്രിയം വെക്കാൻ ഈ ഉമ്മത്ത് തയ്യാറല്ല. നമ്മൾ ഇവരുടെ സിനിമ കാണാൻ നടക്കാൻ എന്ത് പ്രചോദനം സഹോദരങ്ങളെ നമുക്കിതിലൂടെ ലഭിക്കുന്നത്. അവൻ പറയുന്നു, എന്നെ കുടുക്കിയ പലരും കുടുങ്ങും. വലിയ നടന്മാര് വരെ ഈ പട്ടികയിലുണ്ട്. അതുകൊണ്ട് ഈ പട്ടിക ഒന്നും അവനും നിർത്തുന്നില്ല. അവനതെല്ലാം പറഞ്ഞ പ്രശ്നം. അതുകൊണ്ടാണ് താര സംഘടനകളൊക്കെ മൗനം പാലിക്കുന്നുണ്ട്. ആരും അനങ്ങുന്നില്ല. കാരണം എന്താ? അനങ്ങിയ പലരും കുടുങ്ങും. അതാണ് ഇതിനകത്തുള്ള ഏകദേശമൊക്കെ തീരുമാനമാണ്.
ഈ കവട്ടയടിക്കുന്ന, ഈ രാത്രിയിലും പകലും ഇത്തരത്തിലുള്ളതാകുന്ന മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ പരസ്യമായി രഹസ്യമായി ഉപയോഗിക്കുന്ന, കണ്ടാലും സംസാരിച്ചാലും ഇവനൊക്കെ ഇതിന്റെ അടിമപ്പെട്ടവനാണെന്ന് വ്യക്തമായി തിരിച്ചറിയുന്ന ഈ നടന്മാരുടെ പിന്നിൽ അണിനിരക്കുകയാണ് ഈ ഉമ്മത്ത്. നമ്മൾ യുവമാരെ കണ്ടുകൊണ്ടാണ് ജീവിതം. ഇവരുടെ പടം കാണാൻ വേണ്ടി ഇങ്ങനെ ഓടുക, ഇവരുടെ ആരാധകരാകുക, ഇവർക്ക് പിറകിൽ നമ്മുടെ തലമുറ ഇങ്ങനെ രാപ്പകൽ അധ്വാനിക്കുക. എവിടെയാണ് നമ്മുടെ ആവശ്യം? ഇവിടെയൊക്കെ നമ്മൾ പോകുന്നത്. അണ്ണൂൻ മുസ്ലിമെ മനസ്സിലാക്കിക്കോ, ആഖിറം നഷ്ടമാകരുത്. അല്ലാഹു ഞങ്ങളെ നീ സാലിഹീങ്ങളെ ചേർക്കണേ അല്ലാ. ഞങ്ങളുടെ തലമുറയെ നീ നന്നാക്കി തരണേ അല്ലാ. പരലോകത്തേക്ക് ഗുണകാംക്ഷയാകുന്ന മക്കളായി ഞങ്ങളുടെ മക്കളെ നീ കബൂലാക്കണേ അല്ലാ.